ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ പുരുഷന്മാർക്ക് 30 വയസ്സ് പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് പെണ്ണ് കിട്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ച് സൈക്കോളജിസ്റ്റ് നിതിൻ എഫ് നടത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിസർച്ച് പബ്ലിഷ് ചെയ്ത് 2023 അദ്ദേഹം അതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 തൊട്ടാണ് ഇത്രയും വലിയ മാറ്റം വന്നു തുടങ്ങിയതാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലോഗ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ചിലയിടത്ത് അദ്ദേഹം നിശബ്ദത പാലിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം സ്ത്രീകളുടെ ഭാഗത്ത് നിന്നൊരു ഹേറ്റ് വരാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. പിന്നെ കുറേ ഇടത്ത് അദ്ദേഹം ന്യൂട്രൽ അടിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുള്ള ഏരിയയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്തത് 2018 തോന്നുന്നു. കാരണം 2018 തൊട്ടുള്ള സ്റ്റഡീസാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പിക്ചർ നിങ്ങൾ നോക്കുക. എനിക്കറിയാം പിക്ചറിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന്, പക്ഷേ ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു പോവാം. ഇത് 2018 ഒരു ഡാറ്റയാണ്. ഇതിലുള്ളത് 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ പ്രായമുള്ള പുരുഷൻ്റെയും സ്ത്രീയുടെയും മാട്രിമോണി പ്രൊഫൈലിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഇതിൽ ഓരോ മതവും 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ, ഹിന്ദു എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തവർ പ്രീമിയം എന്നും മെമ്പർഷിപ്പ് എടുക്കാത്തവരെ നോൺ പ്രീമിയം എന്ന് അങ്ങനെയാണ് ഇതിൽ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. അതായത് മാച്ച് മേക്കിംഗ് എളുപ്പമായിരിക്കും, പിന്നെ നമ്മുടെ പ്രൊഫൈൽ കൂടുതൽ വിസിബിൾ ആയിരിക്കും, പിന്നെ നമുക്ക് വെരിഫൈഡ് ബാച്ചൊക്കെ കിട്ടും, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാത്തവരാണ്. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തേക്കുന്ന ഓർഡർ അനുസരിച്ച് വായിക്കുവാണേ. അത് കേരള സൈഡ് മാത്രം വായിച്ചു പോകണേ. അപ്പോൾ ക്രിസ്ത്യൻസ് നോൺ പ്രീമിയം സൈഡ് 20,919 ആണുങ്ങളുടെ പ്രൊഫൈൽ, പക്ഷേ പെണ്ണുങ്ങളുടെ പ്രൊഫൈലോ 2,788 ഉള്ളൂ. അപ്പോൾ പ്രീമിയം സൈഡ് 649 ആണുങ്ങളുടെ പ്രൊഫൈൽ, 84 പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ. ഇനി അടുത്തത് ഹിന്ദു റിലീജിയൻ. അവിടെ ആണുങ്ങളുടെ പ്രൊഫൈൽ ഞാൻ വായിക്കുക. നോൺ പ്രീമിയം സൈഡിൽ നിന്ന് 82,883. പക്ഷേ പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൻ്റെ എണ്ണം വെറും 1,948. അപ്പോൾ ഹിന്ദു റിലീജിയൻ പ്രീമിയം സൈഡ് ആണുങ്ങളുടെ പ്രൊഫൈലിൻ്റെ എണ്ണം 4,506, പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൻ്റെ എണ്ണം വെറും 212. ഇനി അടുത്തത് മുസ്ലിം റിലീജിയനിലെ നോൺ പ്രീമിയം സൈഡ് വായിക്കുവാണ് 14,792 ആണുങ്ങളുടെ പ്രൊഫൈൽ, പക്ഷേ പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ വെറും 324 ഉള്ളൂ. പിന്നെ അടുത്ത് പ്രീമിയം സൈഡ് 219 ആണുങ്ങളുടെ പ്രൊഫൈൽ, പെണ്ണുങ്ങളുടെ പ്രൊഫൈൽ വെറും 11. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ബ്രൂട്ടൽ അവസ്ഥയാണ്. അപ്പോൾ മാട്രിമോണി സൈറ്റിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കുറേ പെണ്ണുങ്ങളോട് ചോദിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ കുറേ പെണ്ണുങ്ങളോട് ചോദിച്ചും പിന്നെ സർക്കംസ്റ്റൻസസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് റിസർച്ച് ചെയ്തത്. അപ്പോൾ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാതിരിക്കാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. അതായത് കൂടുതൽ പെണ്ണുങ്ങളിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുരുഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അവർക്ക് നല്ല രീതിയിൽ ശമ്പളം കിട്ടുന്നൊരു ജോലിയാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. പിന്നത്തെ റീസൺ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഡൊമസ്റ്റിക് വയലൻസ്. അതായത് അച്ഛൻ അമ്മേനെ സ്ഥിരം തല്ലുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ സ്ഥിരം വഴക്കുറയുന്നത് കണ്ടിട്ട് മടുത്തിട്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന പെണ്ണുങ്ങൾ. പിന്നെ നെക്സ്റ്റ് റീസൺ ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മ നന്നായിട്ട് പഠിച്ചിട്ടും നല്ല കഴിവുണ്ടായിട്ടും കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഹോം മേക്കറായിട്ട് അല്ലെങ്കിൽ ഹൗസ് വൈഫായിട്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നതും, വീട്ടിൽ അവരുടെ അമ്മ പിള്ളേരെ നോക്കാൻ പാടുപെടുന്നതും, അതോടൊപ്പം തന്നെ പട്ടിപ്പണി എടുക്കുന്നതും, പിന്നെ അതോടൊപ്പം തന്നെ അച്ഛൻ അമ്മേനെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുന്നതും തല്ലുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ കണ്ടിട്ട് ഇനി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതേപോലത്തെ അവസ്ഥ ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് പേടിച്ചിട്ടാണ് കല്യാണം കഴിക്കാതിരിക്കുന്നതെന്ന് കുറേ പെണ്ണുങ്ങൾ പറയുന്നുണ്ട്. ഇനി അടുത്ത റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ജോലിക്ക് പോകണ്ട എന്ന് പറയുമോ എന്ന് ഭയം കൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്നു. നെക്സ്റ്റ് റീസൺ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി, പ്രസവ വേദന സഹിക്കണം, പിള്ളേരെ നോക്കണം, പിള്ളേർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം, ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ പണി എടുക്കണം, അതൊക്കെ കൊണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ കുറേ പേരുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റ് നിതിൻ പറയുന്നുണ്ട് കുറേ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ പഠിക്കാനാണ്. പഠനം കഴിഞ്ഞതും ലൈഫ് സെറ്റിലാക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്നും കൂടി പറയുന്നുണ്ട്. ഇനി ലൈഫിൽ സെറ്റിലായ സ്ത്രീകളാണെങ്കിലോ അവരിൽ കുറച്ച് പേര് മാത്രമാണ് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ സൈക്കോളജിസ്റ്റ് നിതിൻ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം മനുഷ്യന്മാരുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്നാണ്. കാരണം കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ആദ്യം കുറേയൊക്കെ പ്ലഷറബിൾ ആയിരിക്കും, പക്ഷേ വാർദ്ധക്യത്തോട് അടുക്കും തോറും അല്ലെങ്കിൽ പ്രായമാകും തോറും ലൈഫിൽ ആരും സപ്പോർട്ട് ചെയ്യാതെ വരുമ്പോൾ ഒറ്റയ്ക്ക് മരിക്കേണ്ട അവസ്ഥ, ഇല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോയി കഴിയേണ്ട അവസ്ഥ. ഓൾഡ് ഏജ് ഹോമിൽ പോയി കഴിഞ്ഞാലും അവരുടെ ഭാഗത്തു നിന്ന് നല്ല പെരുമാറ്റം ഉണ്ടോയെന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ അദ്ദേഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പ്രോസസ്സിന് കല്യാണമാണ് നല്ലതെന്ന്. അതായത് ഒരു സ്ത്രീയോ പുരുഷനായിക്കോട്ടെ അവർക്ക് എന്തൊക്കെയായാലും ഇമോഷണൽ സപ്പോർട്ട് വേണം, പിന്നെ ഫിസിക്കൽ സപ്പോർട്ട് വേണം, പിന്നെ ലവ് ആൻഡ് അഫെക്ഷൻ ഒരാളുടെ നിന്ന് കിട്ടണം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു മനുഷ്യന് കിട്ടിയില്ലെങ്കിൽ അവൻ മെൻ്റലി ഒരുപാട് ഡൗൺ ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ എന്താവും നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഡിപ്രഷൻ ആവും, പിന്നെ അതോടൊപ്പം തന്നെ ആത്മഹത്യ ചെയ്യാൻ തോന്നും, പിന്നെ നമുക്ക് ഏതിനും ദേഷ്യം വരും, പിന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഹൈഡ് ചെയ്ത് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു പോവാം. ഫീമെയിൽ ഹൈപ്പർഗമിനെ കുറിച്ച് അദ്ദേഹം ഒരിടത്തും മെൻഷൻ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഹൈപ്പർഗമി എന്താണെന്ന് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം.
ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം ഹൈപ്പർഗമി എന്താണെന്ന്. ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ അവരെക്കാട്ടിലും കൂടുതൽ സ്റ്റാറ്റസും ലുക്കും പണവും എല്ലാം ഉള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതിനാണ് നമ്മൾ ഹൈപ്പർഗമി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളതെന്ന്. മാട്രിമോണി പ്രൊഫൈൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 80% പുരുഷന്മാരുടെ പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് നല്ല ഡിമാൻഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അവരെക്കാളും നല്ല ലുക്കുള്ള, അവരെക്കാളും നല്ല സ്റ്റാറ്റസുള്ള, അല്ലെങ്കിൽ അവരെക്കാളും നല്ല കാശുകാരനായ ഒരു ചെക്കനെയാണ്. ഇവർക്ക് എത്ര തന്നെ വിവാഹ ആലോചന വന്നാലും ഇവർ വേണ്ടെന്ന് വെക്കും. ഈവൻ ഇവരുടെ സെയിം ലുക്ക്, ഇവരുടെ സെയിം സ്റ്റാറ്റസ്, ഇവരുടെ സെയിം ശമ്പളം കിട്ടുന്ന ഒരു ചെക്കൻ്റെ വിവാഹാലോചന വന്നാൽ പോലും ഇവരത് വേണ്ടെന്ന് വെക്കും. കാരണം ഇവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേരെയാണ്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇത്ര ഡിമാൻഡ് വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിമ്പുകളാണ്. സിമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ പിന്നിൽ ഒലിപ്പിച്ചിറങ്ങുന്ന ആമ്പിള്ളേർ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പെണ്ണ് അക്കൗണ്ട് തുടങ്ങിയാൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജ്, ഇഷ്ടംപോലെ ഫ്രണ്ട് റിക്വസ്റ്റ്, ഫോളോ റിക്വസ്റ്റ് വരും. പിന്നെ പെണ്ണുങ്ങളുടെ ഫോട്ടോയിലെ കമൻ്റ് അടി വന്നിട്ട് വാവ് ക്യൂട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇവർ കമൻറ്റ് ഇടുമ്പോൾ ഇവർ വിചാരിക്കണത് ഇവർക്ക് എന്തോ കൊമ്പുണ്ടെന്ന്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഒന്ന് പയ്യെ കൂട്ടും. കാരണം ഒരു ആവറേജ് പെണ്ണൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഫോളോ റിക്വസ്റ്റ് മെസ്സേജും വരും. അതും അവരെക്കാളും ലുക്കുള്ള, അവരെക്കാളും നല്ല സ്റ്റാറ്റസുള്ള പയ്യന്മാർ തന്നെ അവർക്ക് മെസ്സേജ് അയക്കും. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു ആവറേജ് ലുക്കുള്ള ഒരു ആൺ അക്കൗണ്ട് തുടങ്ങിയാലോ, അവൻ്റെ സെയിം ലുക്കുള്ള പെണ്ണ് തന്നെ അവന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വലിയ ഭാഗ്യം. അത് 1 or 2 മാക്സിമം ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഭാഗ്യം അനുസരിച്ചിരിക്കും. പെണ്ണുങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവരവരെ സ്റ്റാൻഡിൽ കൂട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ ടോപ്പ് 20% ആമ്പിള്ളേർക്കാണ് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അതായത് ഒരാണിന് തന്നെ 2ൽ കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ടോപ്പ് 20% എന്ന് പറഞ്ഞ ആണുങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എബോവ് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് നിൽക്കുന്ന സാമ്പത്തിക നിലവാരമുള്ള ആണിനെയാണ്. ഇവരിൽ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ലുക്കും സ്റ്റാറ്റസുള്ള ആണുങ്ങൾ, ഒന്ന് സ്റ്റാറ്റസ് മാത്രമുള്ള ആണുങ്ങൾ. അപ്പോൾ ഞാൻ ഇവർക്കാണ് കൂടുതൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം പെണ്ണുങ്ങളും അവരുടെ ലൈഫ് സെറ്റിലാക്കാനാണ് നോക്കുന്നത്. പിന്നെ അതിൽ തന്നെ കുറേ പെണ്ണുങ്ങൾ ലുക്ക് നോക്കി പോണ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഈ ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേർ നല്ല രീതിയിൽ ഈ ചാൻസ് മുതലെടുക്കും. അതായത് എല്ലാ പെണ്ണുങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കുകയും ചെയ്യും. പരമാവധി പറ്റുന്ന അത്രയും ഗേൾ ഫ്രണ്ട്സിനും സെറ്റാക്കും. അപ്പോൾ ഇതുപോലത്തെ റിലേഷൻഷിപ്പിന് നമ്മൾ പറയുന്നത് സ്പിന്നിങ് പ്ലേറ്റ്സ് റിലേഷൻഷിപ്പ് എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഭൂരിഭാഗം ആണുങ്ങൾ സിംഗിളാണ്, അതോടൊപ്പം തന്നെ ഭൂരിഭാഗം പെണ്ണുങ്ങൾ കമ്മിറ്റഡും ആണ്. അതിൻ്റെ ഒരു റീസൺ ഈ സ്പിന്നിങ് പ്ലേറ്റ്സ് റിലേഷൻഷിപ്പാണ്. അതായത് ചില പെണ്ണുങ്ങൾ റിലേഷൻഷിപ്പിലാവാതെ തന്നെ ഈ ടോപ്പ് 20% നിൽക്കുന്ന ആണിനെ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ്റെ പുറകെ നടന്ന സമയം കളയും. ചില പെണ്ണുങ്ങൾ ഇവരായിട്ട് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ഈ ടോപ്പ് 20% നിൽക്കുന്ന ആണിനെ വേറെ ഒരുത്തിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ബ്രേക്കപ്പ് ആവും. എന്നിട്ട് ബാക്കിയുള്ള പാവങ്ങളായ ആമ്പിള്ളേരും ചീറ്റേഴ്സാന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് പിന്നീട് ഒരു റിലേഷൻഷിപ്പിലോ കല്യാണത്തിലോ അവർ ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പോൾ ഞാൻ 2 റീസൺ പറഞ്ഞു. ഇനി 3ാമത്തെ റീസൺ പറയാം. ഇതെൻ്റെ അടുത്തൊരു പെണ്ണ് തന്നെയാണ് പറഞ്ഞത്, അതുകൂടി നിങ്ങൾ ആലോചിക്കണം. അതായത് കല്യാണം കഴിക്കാതെ കുറേ ആമ്പിള്ളേരായിട്ട് കറങ്ങി അടിച്ച് നടന്ന് അവരുടെ ചിലവിൽ കഴിഞ്ഞുകൂടുക എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതായത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളൊരു എയിം മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ ഇവരുടെ റിലേഷൻഷിപ്പൊക്കെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്ന രീതിയിലാണ്. കാരണം ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആകുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഇല്ല, പക്ഷേ റിലേഷൻഷിപ്പിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാമുകനുള്ളപ്പോൾ വേറെ ഒരുത്തനൊപ്പം പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി പ്രത്യേകിച്ച് കാമുകൻ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആരോടൊപ്പം വേണമെങ്കിൽ പോകാം, ആരുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാം. ഞാൻ ഇനി അടുത്ത ബ്രൂട്ടലായിട്ടുള്ളൊരു വേറെ സത്യം പറയാം. ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബുകാരനെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് വീഡിയോ റിമൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാലും പറഞ്ഞേക്കാം, ചില സത്യങ്ങൾ പറയണമല്ലോ. ഇത് ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടുത്തം ഉണ്ടാവില്ല. അതായത് ടൂർ പാക്കേജ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ചില പെണ്ണുങ്ങൾ നമ്മൾ ടൂറിന് വിളിച്ചാൽ വരും. അതായത് അവർക്ക് കാശ് കൊടുത്താൽ മതി, അവർ നമ്മുടെ കൂടെ എന്ത് പരിപാടിക്ക് നിൽക്കും. അവരെ കൂട്ടിക്കൊണ്ട് കൊടൈക്കനാലിലോ ഊട്ടിക്കോ വല്ലതും പോകും. പക്ഷേ തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000 to 1 lakh വരെ വരും. ആ ടൂർ ചിലപ്പോൾ ഒരാഴ്ച നീണ്ടേക്കാം, 2 ആഴ്ച നീണ്ടേക്കാം. അപ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതായത് ഈസി മണിയാണ് അവർക്ക്. അതോടൊപ്പം തന്നെ ടൂർ പോവുകയും ചെയ്യാം, സുഖിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവർക്കെന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുന്നതോ റിലേഷൻഷിപ്പിലാവുന്നതോ ഇവർക്കൊരു തടസ്സമാണ്. കാരണം എല്ലാവരും പശുപാലനെ പോലെ ആവണമെന്നില്ലല്ലോ. ഇനി അടുത്ത റീസൺ ഞാൻ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഈ ടോപ്പ് 20% മെന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവരെ ടോപ്പ് 20% എന്ന് പറയാനുള്ള റീസൺ അവരാ കൂടി സമൂഹത്തിൽ 20% ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ ബാക്കി 80% കൂടുതലും മിഡിൽ ക്ലാസ്സും ഇല്ലെങ്കിൽ ലോവർ ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സാധാരണക്കാർക്കാണ് കൂടുതലും പെണ്ണ് കിട്ടാതെ ആവുന്നത്. അതുപോലെ തന്നെ ടോപ്പ് 20% ഫീമെയിൽസും ഉണ്ട്. പക്ഷേ ടോപ്പ് 20% ഫീമെയിൽസ് ആഗ്രഹിക്കുന്നത് അവരത്രയും തന്നെ സ്റ്റാൻഡേർഡ് വരുന്ന ഒരാണിനെയാണ്. ഇല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ സ്റ്റാറ്റസ് ഉള്ള ഒരാണിനെയായിരിക്കും. അവർ കൂടുതൽ താഴ്ന്നിറങ്ങി ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും അത് വലിയ ദിവ്യ പ്രണയമായിരിക്കും. അതൊക്കെ 2% ഉണ്ടാവുള്ളൂ. പക്ഷേ ആമ്പിള്ളേരുടെ കേസിൽ അങ്ങനെയല്ല. ചില എബോവ് മിഡിൽ ക്ലാസ്സിലുള്ള ആമ്പിള്ളേർ ഒരു ലോവർ ക്ലാസ്സിലുള്ള പെണ്ണിനെ കെട്ടാൻ തയ്യാറായിരിക്കും. പിന്നെ ഞാനിവിടെ കണ്ടുവരുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സിലുള്ള ആമ്പിള്ളേർ ലോവർ ക്ലാസ്സിലുള്ള പെണ്ണിനെ കെട്ടുന്നുണ്ട്. ഇതിൽ തന്നെ ആമ്പിള്ളേർ അവരെക്കാളും സ്റ്റാൻഡേർഡ് കുറഞ്ഞ് അവരെക്കാളും ലുക്ക് കുറഞ്ഞ പെണ്ണിനെ കെട്ടുന്നുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? പെൺപിള്ളേർ അവരെക്കാട്ടിലും സ്റ്റാൻഡേർഡും അവരെക്കാട്ടിലും പൈസയുള്ള അല്ലെങ്കിൽ അവരെക്കാട്ടിലും ലുക്കുള്ള ആണിനെയാണ് നോക്കുന്നത് തന്നെ. ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തന്നെ ഈ ആമ്പിള്ളേർക്ക് മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ അപ്പർ ക്ലാസ് ആയിക്കോട്ടെ അവർക്ക് അവരുടെ ഈക്വൽ സ്റ്റാൻഡേർഡിന് പറ്റിയ പെണ്ണിനെ കിട്ടാത്തതുകൊണ്ട് അവർ താഴ്ന്നിറങ്ങി ചിന്തിക്കുന്നു.
പിന്നെ ചില ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേർ പോലും അവരെക്കാളും താഴ്ന്ന സ്റ്റാൻഡേർഡിലുള്ള പെൺപിള്ളേരെ കെട്ടാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ പെണ്ണിന് പോലും ഇവിടെ ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതിലും ഈ ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേരിന് ഒരു 10% ആമ്പിള്ളേർ അവർക്ക് ഈക്വൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡിലുള്ള പെണ്ണിനെ കെട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഈ ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേർക്ക് ഒരു പെണ്ണിനെ വെച്ചല്ലേ കെട്ടാൻ പറ്റുള്ളൂ. ഇവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരത് ദുരുപയോഗം ചെയ്യും. അതായത് ബാക്കിയുള്ള പെൺപിള്ളേരെ യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇവർ സെറ്റിലാവുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങളുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. അതായത് ടോപ്പ് 20% നിൽക്കുന്ന ആമ്പിള്ളേരെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം തന്നെ വേണ്ട, ഒറ്റയ്ക്ക് ജീവിച്ച് പൊക്കോളാം എന്നുള്ള രീതിയിലാണ്. കാരണം പ്രത്യേകിച്ച് 2025 ആണിനെ അപേക്ഷിച്ച് നോക്കാവുന്ന പെണ്ണുങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി എളുപ്പമാണ്. എളുപ്പം ജീവിതം എന്ന് പറഞ്ഞത് പീരീഡ്സും പ്രഗ്നൻസി, രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത കാര്യമൊക്കെ വിട്. ഈ പെണ്ണുങ്ങൾക്ക് നിയമ സംരക്ഷണമുണ്ട്. പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയാൽ തന്നെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ കിട്ടും. പറ്റുമെങ്കിൽ ഒരു ആണിൻ്റെ ചിലവിൽ കഴിഞ്ഞുകൂടാം. പിന്നെ അതും കൂടാതെ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നത്. പിന്നെ അവർക്കൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ മറിച്ച് ഒരു ആണിൻ്റെ കാര്യം അങ്ങനെയല്ല. പ്രത്യേകിച്ച് നമ്മളൊരു ആവറേജ് ആണിനെടുത്താൽ തന്നെ അവന് ഒരുപാട് സഫർ ചെയ്യാനുണ്ട്. വലിയ ആയിട്ട് ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവില്ല. പിന്നെ കൂടെ എപ്പോഴും ഫ്രണ്ട്സ് നിൽക്കണമെന്നില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ അവൻ്റെ ജീവിതം അവൻ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൂടേണ്ടി വരും. പിന്നെ ആണുങ്ങളിലാണ് കൂടുതൽ ഈ ഇൻവോളണ്ടറിലി വിർജിൻ, അതായത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടും സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു ആവറേജ് ഫീമെയിൽ ആയപ്പോലും അവർക്ക് ഇഷ്ടം പോലെ ആണുങ്ങളുടെ ഭാഗത്തു നിന്നും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും കോംപ്ലിമെൻറ്റ്സ് കിട്ടും. പക്ഷെ മറിച്ച് ഒരു ആണിൻ്റെ കാര്യം അങ്ങനെയല്ല. കൂടുതൽ ഇൻസൾട്ടായിരിക്കും അവന് കിട്ടുന്നത്. പിന്നെ അവന് പ്രായം 25 വയസ്സാകുമ്പോൾ അവന് ജോലി ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വീട്ടുകാർ അവനെ ഇൻസൾട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ പേരിൽ ടെൻഷൻ, സ്ട്രെസ്, അങ്ങനെ പറഞ്ഞ് കുറേ ഫാക്ടേഴ്സ്. സോ നമ്മൾ 3 റീസൺ പറഞ്ഞു. 4ാമത്തെ റീസൺ കൂടി ഞാൻ പറയാം. 4ാമത്തെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പെണ്ണുങ്ങൾ വിദേശത്ത് പോകുന്നതുകൊണ്ടാണ്. അതായത് ഞാൻ ഈ 2022 തൊട്ട് ശ്രദ്ധിച്ചു വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പെണ്ണുങ്ങൾ ഡിഗ്രി കഴിഞ്ഞാലോ അല്ലെങ്കിൽ +2 കഴിഞ്ഞാലും വിദേശത്താണ് പോകുന്നത്. അതായത് വിദേശത്ത് കാനഡയിലൊക്കെ പോയി സെറ്റിൽ ആവാനാണ് കൂടുതൽ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ പല വിഭാഗത്തിൽ പെടുന്ന പെണ്ണുങ്ങളുണ്ട്. അവിടെ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജോലിയും സെറ്റിലാക്കി കല്യാണം കഴിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നുള്ള മെൻറ്റാലിറ്റിയാണ്. ചിലവർ അവിടുത്തെ പുരുഷനെ സെറ്റാക്കി അവിടെ തന്നെ സെറ്റിലാവാൻ നോക്കും. പിന്നെ ചിലവരവിടെ കുറച്ച് വർഷങ്ങൾ താമസിച്ചതിന് ശേഷം വീണ്ടും ഇന്ത്യയിലോട്ട് വരുന്നവരുണ്ട്. ചിലവർ റെസ്പോൺസിബിളായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അതായത് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും പാടില്ല, അല്ലെങ്കിൽ ഹൗസ് ലോൺ ഉണ്ട്, അതുകൊണ്ട് തന്നെ വിദേശത്ത് പോയിട്ട് അവിടെ ജോലി കിട്ടിയതിന് ശേഷം അവിടെ കിട്ടുന്ന കാശ് നേരെ നാട്ടിൽ അച്ഛനമ്മമാർക്ക് അയക്കുന്ന പെൺപിള്ളേരുണ്ട്. പിന്നെ കുറച്ച് കാറ്റഗറിയിലുള്ള പെൺപിള്ളേർ അവിടെ വിദേശത്ത് നിന്നുകൊണ്ട് നാട്ടിലേതെങ്കിലും ചെക്കന്മാരെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പിന്നെ അടുത്ത ഈ ആമ്പിള്ളേർക്ക്, ഈ 30 പിന്നിട്ട് ആമ്പിള്ളേർക്ക് കിട്ടുന്ന പെൺപിള്ളേർ എങ്ങനത്തെ ടൈപ്പാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ 20 to 30 വേണമെങ്കിൽ 35% വരെ പെൺപിള്ളേർ നല്ല പെൺപിള്ളേരായിരിക്കും. നല്ല പെൺപിള്ളേരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവരെ നല്ല പ്രായത്തിൽ അവർ ആമ്പിള്ളേരെ പുറകെ നടക്കാതെ അവരുടെ കരിയറൊക്കെ സെറ്റാക്കാൻ വേണ്ടിയാണ് ഇത്ര സമയം എടുത്തത്. കരിയറൊക്കെ സെറ്റായി നല്ല ജോലിയൊക്കെ സെറ്റായതിന് ശേഷം ചെക്കൻ അന്വേഷിക്കുന്ന പെൺപിള്ളേരാണ് നല്ല പെൺപിള്ളേർ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള പെൺപിള്ളേർ കൂടുതൽ സ്റ്റാൻഡേർഡ് നോക്കുന്ന പെൺപിള്ളേരായിരിക്കും. ഒന്നില്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ്, ഒന്നില്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ സ്റ്റാൻഡേർഡ്. പിന്നെ അടുത്ത വിഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സി. അപ്പോൾ ഡിവോഴ്സ് ആയ പെൺപിള്ളേരുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏതാണേലും കുഴപ്പമില്ല, അവർ അത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും വെക്കില്ല. കാരണം 2ാം ഘട്ടല്ലേ. ചിലപ്പോൾ അവർക്ക് പിള്ളേരുണ്ടാവും, ചിലപ്പോൾ അവരുടെ ഡിവോഴ്സ് ഒത്തുതീർപ്പായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പെൺപിള്ളേരെ കെട്ടുമ്പോൾ 100 വട്ടം ആലോചിച്ചിട്ട് വേണം കല്യാണം കഴിക്കാനായിട്ട്. പിന്നെ അടുത്ത കാറ്റഗറിയാണ് സെറ്റിലാവാൻ നോക്കുന്ന ടീംസ്. അതായത് ഇവരെ നല്ല പ്രായത്തിൽ ഇവർ ടോപ്പ് 20% ആമ്പിള്ളേരെ പുറകെ നടക്കും. അവരെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടാണ് അവരെ പുറകെ നടക്കുന്നത്. അപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഈ ടോപ്പ് 20% ആമ്പിള്ളേരെ കിട്ടും. പക്ഷേ ചില പെൺപിള്ളേരെ ഈ ആമ്പിള്ളേർ അവരായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെട്ടതിന് ശേഷം ഈ പെണ്ണുങ്ങളെ ഡംപ് ചെയ്യും. അങ്ങനെ ഈ സൈക്കിൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു പ്രാവശ്യം ഡംപ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷ ഉണ്ടാവും. അതായത് വീണ്ടും നമുക്ക് ടോപ്പ് 20% ഉള്ള ആമ്പിള്ളേർ കിട്ടുമെന്ന്. വീണ്ടും ആണിൻ്റെ പുറകെ കിടക്കും. വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് പ്രായം 30-35 വയസ്സാവും, ഇല്ലെങ്കിൽ 38 വയസ്സാവും. വീട്ടുകാരെന്നെ പറയും എങ്ങനെയും സെറ്റിലാവാൻ നോക്കുമെന്ന് പറയും. ഇല്ലെങ്കിൽ അമ്മയും അച്ഛനൊക്കെ മരിക്കുമ്പോൾ ഇവിടെ ഒറ്റയ്ക്കാകുമ്പോൾ ഇവിടെ എങ്ങനെയും സെറ്റിലായാൽ മതി എന്ന് ആഗ്രഹിക്കും. അപ്പോൾ ഇവർ തന്നെ 38 വയസ്സാകുമ്പോൾ തന്നെ ഇവർക്ക് വലിയ അവരുടെ വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ ആഗ്രഹിക്കുന്നത് സാധാരണ ഏതെങ്കിലും ചെക്കനായിട്ട് സെറ്റിലായാൽ മതി എന്നായിരിക്കും. പിന്നെ ഇതിൽ തന്നെ ചില പെണ്ണുങ്ങൾ അത്യാവശ്യം കാശുള്ള ആണിനെ നോക്കുകയും ചെയ്യും. അതായത് ഒരു 50 വയസ്സായാലും കുഴപ്പമില്ല, കാശുണ്ടായാൽ മതി എന്ന രീതിയിൽ ചിന്തിക്കുന്ന പെൺപിള്ളേരാണ്. അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കണം. കാരണം ഇതുപോലത്തെ പെണ്ണുങ്ങളാണ് കൂടുതൽ ഡിവോഴ്സിന് ആവശ്യപ്പെടുന്നത്. പിന്നെ അതുമല്ലാതെ നിങ്ങളുടെ നല്ല പ്രായത്തിൽ നിങ്ങൾ പഠിച്ച് നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ച് നല്ല ജോലി നേടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കെട്ടുന്നത്. പക്ഷേ ഈ പെണ്ണോ കണ്ടവൻ്റെ കൂടെ പോയി സെക്ഷൽ ഇൻ്റർകോഴ്സിന് ഏർപ്പെട്ടതിന് ശേഷം ലാസ്റ്റ് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞ് ഇവളല്ലേ കൂടുതലുള്ള ലൈഫിൽ എൻജോയ് ചെയ്തേക്കണേ. നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തേക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ആരാ ശശിയാവണേ? നിങ്ങൾ തന്നെ. പിന്നെ ബാക്കി കുറേ പെൺപിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺപിള്ളേരാണ്. അവർ നിങ്ങൾക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇതിൽ കിടന്നിരുന്ന ട്രൂത്ത് ഇതാണ്. ഇത് പറഞ്ഞ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് സൈക്കോളജിസ്റ്റ് നിതിൻ ഇതിനെക്കുറിച്ച് വലുതായിട്ട് മിണ്ടാതിരുന്നത്. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർഗമി എന്തെന്ന് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ പഴയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും കാര്യത്തിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.